അപ്പം സ്വാമി ശരണം. അപ്പം ഇപ്പം എന്താ ഇപ്പം ഈ കോലത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലും വലിയ വെള്ളിയാഴ്ച ഉണ്ടായിട്ട് നമ്മളാ പള്ളിക്കലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ലോകത്തുള്ള കുട്ടിച്ചാത്തന്മാരെ അമ്പലങ്ങളൊക്കെ പൂട്ടിക്കെട്ടി പോവുക. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ കുറച്ച് ചങ്ങായിമാർ പറഞ്ഞു, പിന്നാലെ മാണികകാലിൽ എന്നെ കൊണ്ടേ അകത്തിടാരായിക്കണു, വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് വേഗം അജ്ജപ്പനെ നെഞ്ഞത്ത് കയറിക്കോ പറഞ്ഞു. അപ്പോൾ ഒരു രണ്ടുപേര് പാടാനും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പാട്ട് ഇപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹിനി തന്നോമന ബാലകനല്ലേ അല്ലേ ഇജ്ജ്, സ്വാമി മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ലേ, അതല്ലേ ഇജ്ജ്, അല്ലേ മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ല, മാമുനിമാർ കൈ തൊഴുന്ന മതിമുഖമല്ലേ, അല്ല മതിമുഖമല്ല, ഞങ്ങൾ മലങ്ങൾ പിന്നെ ആരജ്ജെന്നാണ്. അപ്പോൾ രോഗത്തിൻ്റെ മാല കെട്ടാൻ വന്നവനല്ലേ, രോഗാധിപ ശിവ ബാല കലിയുകയില്ലേ, കനിയുകയില്ലേ എന്നാണ്. അപ്പം ഇനി എന്താച്ചൊന്നും പറയാം, ചുടല പണ്ടാർക്കാലം ചെറുക്കാറുണ്ട്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർഡിയോളജി വേണ്ടടുത്ത് കാർഡിയോളജി വേണം. ആശുപത്രിയിലേ സർജറി വിഭാഗം ഉണ്ടല്ലോ, അത് വേണ്ടടുത്ത് അവർ വേണം. അവിടെ ENT ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ ആൻറ്റി ടെററിസ്റ്റ് കോഡ് ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നെ നമ്മളെ എന്താ പറയുക പറയുക ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഇതെന്തെങ്കിലും പലരുടെയും മുഖം മുഷിഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിച്ചാത്തനാണ് വിട്ടു. കുട്ടിച്ചാത്തനെ ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോഴെ കുടിയിലേക്ക് സീൽ വെക്കാതെ പറയാൻ പറ്റില്ലേ. അപ്പോൾ ഇനി അയ്യപ്പൻ്റെ നെഞ്ഞത്ത് കയറാൻ പറഞ്ഞവർക്ക്. അപ്പോൾ അയ്യപ്പൻ്റെ ഒരു സംഗീതം നമ്മൾ ആലപിക്കുമ്പോൾ അവിവേകമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല വെച്ചെങ്കിൽ നമ്മൾ നല്ല പാട്ടുകളായിട്ട് വരും. അയ്യപ്പൻ്റെ വാവരുടെ അപ്പം ഇവർക്കൊക്കെ ഈ പാട്ടും കൂത്തും ചാടിക്കളികളുടെ ഇവർക്ക് വെട്ടും തടവ് എന്തൊക്കെ ഉണ്ട് ഇത്ര, അത് കണ്ടുകൊടുക്കാൻ കൂടി പിന്നെ നമുക്ക് വേണ്ടാന്നായി. പിന്നെ ആര് ചെങ്ങായി പേട്ട തുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേട്ട തുള്ളൽ മാത്രമല്ല, ഓൽക്ക് ആയുധം കൊണ്ട് എന്തൊക്കെ കളിയൊക്കെ ഉണ്ട്, ഇത്ര ഒക്കെ മുഴുവൻ കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ നമ്മളെ അതൊക്കെ ഓക്കെ ഞാൻ വഹിക്കല്ല, മനസ്സിലായില്ലേ. അപ്പോൾ സ്വാമി ചേരണം. ഇതൊന്നും കാണാനും പറ്റില്ല, നമ്മൾ ചെറുപ്പക്കാരനാവേണ്ട അത്യാവശ്യം മാന്യതയിലിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഒന്നാമതിപ്പോൾ വെയ്യ ജലദോഷം കാരണേ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഗുരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കോളം മറ്റൊരാളെ ഉപയോഗിക്കുകയുള്ളൂ എന്ത് കാര്യത്തിനും. എൻ്റെ എല്ലാ ഗുരുക്കന്മാരും അങ്ങനെയാണ്, മറ്റുള്ളവരെ പണിയിപ്പിക്കുകയുള്ളൂ. കാരണം മരിക്കോളം കർമ്മനിരതരായിരിക്കുക. തൻ്റെ അറിവ് എനിക്കില്ല, എൻ്റെ അറിവ് തനിക്കുമില്ല, മനസ്സിലായില്ലേ. അപ്പോൾ മതം തീർക്കാൻ വന്നത് അത്ര. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതമല്ല കേട്ടോ, വേറെ ചില മതങ്ങളുണ്ടല്ലോ, അത് മൃഗങ്ങൾക്കൊണ്ട് മനുഷ്യർക്കും ഉണ്ട്. അറിയാലോ, കാമം, ക്രോധം, മോഹം, ലോഭം, ലാഭം, പിന്നെ കുറേശ്ശൊക്കെ അസൂയൊക്കെ വേണം മനുഷ്യന്മാർക്ക്. മറ്റൊരാൾ നന്നാകുമ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ വേണം, എന്നാലേണ് ഇതൊക്കെ നന്നാവുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ അമ്പലത്തിലും പൂട്ടിക്കാൻ പറഞ്ഞ മാതിരി നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ അമ്പലം പൂട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ താനാരം തന്നാരം ദേവിയെ എന്ന് പറഞ്ഞ മാതിരി കൊടുങ്ങല്ലൂർ ഭരണിയില്ലേ, അതും ആവില്ല, അതൊരൊന്നും കാര്യമില്ല, മനസ്സിലായില്ലേ. സ്വാമി ശരണം.